നമ്മൾ ഏറ്റവും വലിയ നാസ്തിക സമ്മേളനം എന്ന് നമ്മൾ പറയുന്നത് ലിറ്റ്മസിനെ. 2022 കഴിഞ്ഞു, 23 വീണ്ടും അതിന്റെ ഈ ജില്ലമായ തിരുവനന്തപുരത്തേക്ക് വന്നു, നിശാഗന്ധി ഓഡിറ്റോറിയത്തിലേക്ക് വന്നു കഴിഞ്ഞ വർഷം. എനിക്ക് അതിന് സമയമായതുപോലും തോന്നുന്നില്ല. ഒരു 23 ഒക്ടോബർ 1 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 2023 ലിറ്റ്മസ് അതിന് ഒരുപാട് വെല്ലുവിളികൾ നമുക്കുണ്ടായിരുന്നു. രക്തം കൊടുക്കാൻ 19 ലിറ്റ്മസിനാണ് തോന്നുന്നു നമ്മുടെ അവയവദാന ക്യാമ്പ് നടത്തിയിരുന്നു വേണ്ടി. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അന്ന് അവിടെ ആൾക്കാർക്ക് കയറാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ ആ അവസ്ഥയല്ല ഇപ്പൊ ആ ഹോളൊക്കെ ഭയങ്കര എല്ലാ പണിയൊക്കെ പൂർത്തിയായി ഫുൾ നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. 10,000-ൽ പരം ആൾക്കാരെ അവിടെ കയറ്റി ഇരുത്താൻ പറ്റും. അതുപോലെ തന്നെ കാർ പാർക്കിംഗ് സൗകര്യവും ഒക്കെ വിശാലമാണ്. വളരെ മനോഹരമായ ഒരു വേദിയായി അത് മാറിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ലിറ്റ്മസിന്റെ പോസ്റ്റർ ലോഞ്ച് അങ്ങനെ. താങ്ക് യു ആർ വി ശ്രീലേഖ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ ലിറ്റ്മസ് 24ന്റെ മോഷൻ പോസ്റ്റർ ലോഞ്ച്. അതിനായി നമുക്ക് ഇവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ KM ശ്രീകുമാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എസെൻസ് ഗ്ലോബലിന്റെ ഭാരവാഹികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ പ്രവീൺ ഗോപിനാഥ്, അടുത്തതായി നമ്മുടെ പോസ്റ്റർ ലോഞ്ച് ആണ്. പോസ്റ്റർ ലോഞ്ച് ചെയ്യാനായി ഡോക്ടർ KM ശ്രീകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ലിറ്റ്മസ് 2024ന്റെ പോസ്റ്റർ ലോഞ്ച് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. That's fantastic. Thank you, Dr. KM ശ്രീകുമാർ. ഡോക്ടറോട് ഒരു ചോദ്യം. നമുക്കറിയാം കേരളത്തിൽ മറ്റാർക്കും നടത്താൻ പറ്റാത്ത ഒരു പരിപാടി തന്നെയാണ് ലിറ്റ്മസ്. മറ്റൊരു സംഘടനകൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഡോക്ടർക്ക് നമ്മുടെ ലിറ്റ്മസിനെ പറ്റിയുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ലിറ്റ്മസ് 24നെ പറ്റിയുള്ള ഡോക്ടറിന്റെ പ്രതീക്ഷകൾ ഒന്ന് പങ്കുവെക്കാമോ? ഒരു സ്വതന്ത്ര ചിന്തകൻ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര ചിന്തകനാവില്ല. സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവണമെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാനും അതിൽ തീരുമാനങ്ങൾ എടുക്കാനും കഴിയണം. അതിനുള്ള വേദി ഒരുക്കുകയാണ് ഓരോ ലിറ്റ്മസും ചെയ്യുന്നത്. ONVയുടെ ഒരു 4 വരികൾ ഞാനൊന്ന് ചൊല്ലാം. രാജാവ് നഗ്നനാണെന്നുള്ള സത്യത്തെ രാജഭക്തന്മാർ നടുങ്ങുമാർ ഉച്ചത്തിൽ നാളെ വിളിച്ചു പറയുവാൻ ഉണ്ണി നിൻ നാക്കിനുണ്ടാവട്ടെ ശക്തിയും ദാർഢ്യവും. അതാണ് ഓരോ ലിറ്റ്മസ്. അങ്ങനെ പറയാൻ നമ്മളെ കരുത്തുറ്റവരാക്കുന്ന പരിപാടികളാണ് ഓരോ ലിറ്റ്മസും എസെൻസിന്റെ ഓരോ പ്രോഗ്രാമുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാജാവ് നഗ്നനാണെന്നും മതം നഗ്നനാണെന്നും കപട ചീസുകൾ നഗ്നമാണെന്നും പറയുവാൻ ഉള്ള ദാർഢ്യം ഉണ്ടാവണമെങ്കിൽ, അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് പഠിക്കാനും അതിന്റെ കാര്യത്തിൽ ആഴത്തിൽ പഠിച്ച് തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് കഴിയണം. അതിനുള്ള അവസരമാണ് ഓരോ ലിറ്റ്മസും ഓരോ പ്രോഗ്രാമും നമുക്ക് തരുന്നത്. ഇതാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ KM ശ്രീകുമാർ. അടുത്തതായി നമ്മുടെ ലിറ്റ്മസ് 24ന്റെ ഇൻട്രോ ലോഞ്ച് ആണ്. അതിനായി നമുക്ക് ഇവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ പ്രവീൺ ഗോപിനാഥിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട് നമ്മുടെ വരുന്ന ലിറ്റ്മസ് 24ന്റെ ഇൻട്രോ ലോഞ്ച് ചെയ്തതിന്. അത് ലോഞ്ച് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.
ലിറ്റ്മസ് പോലെ ഇതും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആഘോഷമായിരിക്കും. നേരത്തെ ശ്രീലേഖ പറഞ്ഞു നമുക്ക് വയനാട് ദുരന്തത്തിൽ ചെറിയൊരു കോൺട്രിബ്യൂഷനെ ചെയ്യാൻ പറ്റിയുള്ളൂ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇപ്പോൾ വയനാട് ദുരന്തം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു വലിയൊരു ദുരന്തമായി നമ്മൾ കാണുകയാണ്. പക്ഷെ എല്ലാവരുടെയും ജീവിതത്തിൽ നിത്യേനയുള്ള ചെറിയ ചെറിയ ദുരന്തം മൊത്തം എടുത്താൽ അതിനേക്കാളും എത്രയോ വലിയ ദുരന്തങ്ങളെയാണ് നമ്മൾ പിന്നെ നേരിടാൻ ആളുകളെ സഹായിക്കുന്നത്. അപ്പൊ അത് നമുക്കൊരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ അല്ല, അതിനേക്കാളും എത്രയോ വലിയ കോൺട്രിബ്യൂഷനാണ് നമ്മൾ ദിവസവും ചെയ്യുന്നത്. ഇത് പിന്നെ ലിറ്റ്മസ് അതിൻ്റെ ഒരു ഷോക്കേസ് ഗിഫ്റ്റ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഡോക്ടർ. അടുത്തതായി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ലിറ്റ്മസിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ ഒരു നാളുവഴികളും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീലേഖ ചേച്ചി കൺഗ്രാറ്റ്സ് യാസിൻ ആൻഡ് അഷ്റഫ് അലി. പ്രവീൺ ചേട്ടാ, അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നമ്മുടെ ലോഞ്ച് ഒക്കെ തകർത്തു. അപ്പൊ ഇനി എങ്ങനെയാണ് നമുക്ക് പരിപാടിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്? ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? പ്രമാട്ടാ, അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ്റെ ലിങ്ക് ഇന്ന് ഓപ്പൺ ആയില്ല നമ്മുടെ വെബ്സൈറ്റിൽ. രജിസ്ട്രേഷൻ ഇപ്പോൾ ഈ സമയം മുതൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. essensglobal.com എന്നുള്ള വെബ്സൈറ്റിൽ ഈ സമയം മുതൽ ഹോം പേജിൽ തന്നെ രജിസ്ട്രേഷനുള്ള സൗകര്യമുണ്ട്. ആ വെബ്സൈറ്റിൽ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഷെഡ്യൂൾ ചെയ്യുന്ന എല്ലാ പരിപാടികളും കാര്യം പറയുകയാണ് ഓർക്കുമ്പോൾ 2018 മുതൽ 4 ലിറ്റ്മസുകൾ ഇപ്പോൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് 2019 കോഴിക്കോട് നടന്ന ലിറ്റ്മസ് തന്നെയാണ്. പക്ഷേ അവിടെ അന്ന് നമുക്ക് നമ്മുടെ വെന്യൂ കുറച്ച് പരിമിതികളുണ്ടായിരുന്നു. നമ്മൾ ഒരു 6000-ഓളം ആളുകൾ വന്നു പങ്കെടുത്തു. പക്ഷേ ആളുകൾ തിങ്ങി നിറഞ്ഞതോടുകൂടി ഫയർഫോഴ്സ് വന്ന് ആളുകളെ ഇറക്കാൻ ആവശ്യപ്പെടുകയും നമുക്ക് കുറച്ച് പേരെ പുറത്തിറക്കേണ്ടിയും വന്നു. ഇത്തവണ നമ്മൾ അവിടെ ഒരു 10,000 ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഹോള് മുഴുവനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം മാത്രമല്ല, നമ്മൾ ഇതുവരെ നടത്തിയ ലിറ്റ്മസിനേക്കാളും ഏറ്റവും ഉള്ള അറേഞ്ച്മെന്റ്സാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞതുപോലെ നമുക്ക് മത്സരിക്കാനുള്ളത് നമ്മളോട് തന്നെയാണ്. അപ്പോൾ ഇതിന് മുമ്പ് നടന്ന 2020 പ്രോഗ്രാമിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ 2022 എറണാകുളത്ത് നടന്ന ലിറ്റ്മസാണ് ഏറ്റവും മികച്ചു നിന്നത് എന്ന് പറയാം. എന്നാൽ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ 2019 ലിറ്റ്മസാണ്. ഇതിനോട് രണ്ടിനോടുമാണ് നമുക്ക് മത്സരിക്കാനുള്ളത്. അപ്പോൾ ഇത്തവണ അതിനും മികച്ചതായിരിക്കും എന്ന് ഉറപ്പ് പറയാൻ പറ്റും. എനിക്കൊരു മറ്റൊരു കാര്യം പറയാനുള്ളത്, 2019 ലിറ്റ്മസ് അതിന്റെ വിജയത്തിന് പിന്നിൽ നമ്മുടെ കണ്ണൂർ ടീമിന്റെ എസൻസ് കണ്ണൂർ ടീമിന്റെ പ്രവർത്തനവും ഇവിടുത്തെ പങ്കാളിത്തവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ നാളത്തെ സദസ് കാണുമ്പോൾ അത് എന്തായാലും അതിനും വലിയൊരു വിജയം ഇത്തവണ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ എപ്പോഴും ലിറ്റ്മസ് എന്ന പരിപാടി ചർച്ചയാവുന്നത് പോലെ തന്നെ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ലിറ്റ്മസുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ലോഗൻസ്. നമുക്കറിയാം, ഗോഡ് ഇസ് എ ഹാരി പോട്ടർ ആൻഡ് സെറ്റ് യു ഫ്രീ. ഇതൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്ത സ്ലോഗൻസ് ആണ്. അപ്പൊ എന്തായിരിക്കും ഇത്തവണത്തെ ലിറ്റ്മസിന്റെ സ്ലോഗൻ? നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ അറിയാനായി? നമുക്ക് ആർസിയോട് തന്നെ ചോദിക്കാം. അപ്പൊ ഈ വർഷത്തെ സ്ലോഗൻ പ്രഖ്യാപിക്കാനും അതുമായി ബന്ധപ്പെട്ട അവതരണം നടത്താനും ഞാൻ ആർസി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. താങ്ക് യു. നിങ്ങൾ ഉരുളാറില്ല, നിങ്ങൾ ബുദ്ധിമറിയാറില്ല. നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ ആഘോഷിക്കുന്നത്? നിങ്ങൾക്ക് ദൈവങ്ങളില്ല, ആചാരങ്ങളില്ല. അപ്പം എന്തിനെയാണ്, ആരെയാണ് നിങ്ങൾ ആഘോഷിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഒറ്റ ഉത്തരം, ഹൂ വിൽ ബി സെലിബ്രേറ്റഡ് ഓർ വാട്ട് വിൽ ബി സെലിബ്രേറ്റഡ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്രാവശ്യത്തിൽ സെലിബ്രേറ്റ് യു. You are the best person to be celebrated throughout your life because you have so many. You are the greatest event, greatest person, greatest idea ever known to you. അതിനുവേണ്ടി ജീവിക്കുക, സ്വയം ആഘോഷിക്കുക. അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെലിബ്രേറ്റ്.
താങ്ക് യു സോ മച്ച് RC. ഭയങ്കര മീനിങ് ആയിട്ടുള്ള ഒരു മെസ്സേജോട് കൂടിയാണ് നമ്മൾ ഇത്തവണ ലിറ്റ്മസ് 24 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എത്ര മീനിങ് ആണ് ഈ മെസ്സേജ്, അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ ഒരു സെലിബ്രേഷനും ആവട്ടെ നമ്മുടെ ലിറ്റ്മസ് 24 എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ടൊരു ഫോട്ടോ എടുക്കാം. എസൻസ് ടീമിനെ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ദയവായി എല്ലാവരും ചായ കുടിച്ചിട്ട് കേരളത്തിൽ പുരോഗമനപരമായ ഒരു ഇടതുപക്ഷ പൊതുബോധം